സഹദേവൻ പറഞ്ഞൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. നന്നായി മദ്യപിച്ചിരുന്നോണ്ട് എന്താ സംഭവിച്ചെന്ന് ഓർത്തെടുക്കാൻ പറ്റാത്തതായിക്കൂടെ? ചിലപ്പോ സംഭവിച്ചതൊക്കെ മറ്റൊരു രീതിയിൽ തോന്നുന്നതാവാനും സാധ്യതയുണ്ട്. എന്തായാലും സത്യത്തിൽ എന്താ സംഭവിച്ചെന്നറിയാൻ ഒരു വഴി ഇപ്പൊ നമ്മുടെ മുന്നിലില്ല. നിങ്ങൾ ഇപ്പോഴും വിഗ്രഹത്തിന്റെ കാര്യം തന്നെ സംസാരിച്ചോണ്ട് നിൽക്കുവാണോ? അതിനി തിരുമേനി വന്ന് നോക്കട്ടെ. ചിലപ്പോ കുടുംബക്ഷേത്രത്തിലെ വിഗ്രഹം ഇവിടേക്ക് തിരിച്ചു വന്നോണെന്ന് നമുക്കറിയില്ലല്ലോ. നളിനി ചേച്ചി പറഞ്ഞതുപോലെ ഈശ്വര കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിയോ ബോധവോ ഇവിടെയുള്ള ആർക്കും ഇല്ലല്ലോ. അല്ല ചേട്ടനിതെങ്ങോട്ടാ? ഞാനേ ഒന്ന് ഫാം ഹൗസിൽ പോയിട്ട് വരാം. അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാനുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ വിഗ്രഹത്തിന്റെ കാര്യം എനിക്കെന്തോ അത്ഭുതം പോലെ തോന്നുന്നു. പിന്നെ ഇതിന്റെ വിശേഷങ്ങൾ എന്താന്ന് തിരുമേനി വന്ന ശേഷം എന്നെ കൂടി ഒന്ന് വിളിച്ചറിയിക്കണേ. അതൊക്കെ ചന്ദ്രമതി കൃത്യമായിട്ട് വിളിച്ചറിയിച്ചോളൂ. അല്ലേ ചന്ദ്രമതി? ഞാൻ വിളിച്ചോളാം. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ശരി ശരി. ദുർഗ, കിരൺ, ബൈ. ബൈ. ഹലോ അഷിത, പൂർണിമയ്ക്ക് പണി കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം പറയാനാ ഞാനിപ്പോ വിളിച്ചേ. എന്താ കാര്യം? ഏതാണ്ട് ഇതേപോലത്തെ വേഷമാണ് ഇട്ടിരുന്നത്. ഇനി ഈ ബെഡ്റൂമിൽ ഈ വിഗ്രഹം വെക്കണ്ട. എന്നിട്ട് ആ വിഗ്രഹം ഇപ്പൊ ഇന്ദ്രപ്രസ്ഥത്തിൽ തന്നെ ഉണ്ടോ? അതെ. കുടുംബക്ഷേത്രത്തിലെ പൂജാരി വരുന്നത് വരെ ഇവിടെ വെക്കാനാ പൂർണിമയുടെ തീരുമാനം. നന്നായി. ഇത് പൂർണിമ സ്വന്തം കുഴി സ്വയം കുഴിച്ചത് തന്നെയാ. അതെ. താരുടനെ തന്നെ പോലീസിനെ കൂട്ടി ഇവിടെ വന്ന് വിഗ്രഹം പിടിച്ചെടുക്കണം. അങ്ങനെ ചെയ്ത പൂർണിമയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെയായിരിക്കും അത്. മനസ്സിലായി. നീ ഇപ്പൊ ഇത് വിളിച്ചു പറഞ്ഞതുകൊണ്ട് നമുക്ക് പൂർണിമയെ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്താം. അവളുടെ അഹങ്കാരം തീർക്കാൻ ഇതിലും നല്ലൊരു അവസരം ഇനി നമുക്ക് കിട്ടില്ല. അഷിത ധൈര്യമായിട്ടിരുന്നോ. നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത പൂർണിമയെ ഞാൻ നിനക്ക് കാണിച്ചു തരാം. എനിക്കും അത് തന്നെയാ വേണ്ടത്. പല തവണ പല രീതിയിൽ അവരെന്നെ അപമാനിച്ചു. എല്ലാത്തിനും കൂടിയുള്ള ശിക്ഷ ആ സ്ത്രീ ഒരുമിച്ച് അനുഭവിക്കണം. അത് ഞാൻ ഏറ്റു.